പിന്നെയും ദൈവത്തിന്റെ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്റർനെറ്റ് കണക്ഷന്റെ അസ്ഥിരത നിമിത്തം ഉണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലല്ലോ സംഭവിച്ചത്. തുടർന്ന് പ്രയാസം ഇല്ലാതെ ഇരിക്കുമാറാകട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ പ്രത്യേകാൽ നന്ദിയും അറിയിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇനിയും ചില ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, നമ്മുടെ കാൽവറിനാഥനായ, നമ്മുടെ ആത്മമണവാളനായ യേശുക്രിസ്തുവിന്റെ വിജയശ്രീ ലാളിതനായിട്ട് ഭൂമിയിലേക്ക് രണ്ടാമതും വരുന്നതാണ് കാണുന്നത്. യേശുക്രിസ്തു ആദ്യം ഈ ലോകത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കറിയാം. നാം അതിനെയാണ് ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് വിളിക്കുന്നത്. ആ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ രണ്ടാമത്തെ പ്രത്യക്ഷത. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വിവിധ പ്രത്യക്ഷതകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രത്യക്ഷതകൾ ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രത്യക്ഷതകളാണ്. ഒന്നാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന സൂചന എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. Hebrews 9:26. For then he would have led to suffer repeatedly since the foundation of the world. But as it is, he has appeared once for all at the end of the ages to put away sin by the sacrifice of himself. He appeared unto this world to make an atonement for sin with his own blood. യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യക്ഷനായി. സ്തോത്രം. അവൻ സ്തോത്രം. ഇംഗ്ലീഷിൽ ആ പ്രയോഗമുണ്ട്, ഹി വാസ് മാനിഫെസ്റ്റഡ് വൺസ് ഫോർ ഓൾ, അല്ലേ? മലയാളത്തിൽ നമുക്ക് കാണുന്നത് ഒരിക്കലായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ വൺസ് ഫോർ ഓൾ. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയായിട്ടാണ് നാം ഇത് കണക്കാക്കുന്നത്. രണ്ടാമത്തെ പ്രത്യക്ഷതയായി നാം 24-ാം വാക്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അത് ഒരു പ്രത്യക്ഷത എന്ന് ശരിയായ അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. അതുകൊണ്ട്
അതിനെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. 24 വേഴ്സ് 24. For Christ has entered not into holy places made with hands, which are copies of true things, but into heaven itself, now to appear in the presence of God on our behalf. Jesus appeared in the presence of God for our behalf. നാം അവിടെ കാണുന്നത് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായ പ്രത്യക്ഷത. അവിടെ അപ്പിയറൻസ് എന്നോ അപ്പിയറിംഗ് എന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷതയെന്നോ ഒക്കെയുള്ള പദങ്ങൾ ഉണ്ടെങ്കിലും അത് രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് 26-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഒരിക്കലായി ക്രിസ്തു പ്രത്യക്ഷനായ 26-ാം വാക്യത്തിലെ പ്രത്യക്ഷതയ്ക്ക് മുമ്പും യേശു സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നവനാണ്. മഹാപുരോഹിതൻ എന്ന നിലയിൽ ഇപ്പോഴാണ് എന്ന് മാത്രം. അതുകൊണ്ട് അതിനെ ഒരു രണ്ടാം പ്രത്യക്ഷത എന്ന് നമുക്ക് വിളിക്കാൻ അല്പം പ്രയാസമുണ്ട്. എങ്കിലും പൊതുവെ നമ്മുടെ ഇടയിൽ അങ്ങനെ പ്രസംഗിക്കപ്പെടാറുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. തെറ്റില്ല, അതിനകത്തിൽ പിശകുകളൊന്നുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് വേഴ്സ് നമ്പർ 28, 28-ാമത്തെ വാക്യാണ്. So Christ, having been offered once to bear the sins of many, will appear a second time, not to deal with sin, but to save those who are eagerly waiting for him. Here is actual second appearance. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷതയ്ക്ക് രണ്ട് മുഖങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. രണ്ട് മുഖങ്ങൾ. അത് രണ്ടും കൂടെ ചേർത്തെങ്കിലേ കർത്താവിന്റെ ആ രണ്ടാം പ്രത്യക്ഷത പൂർണ്ണമാകുന്നുള്ളൂ. ഇവിടെ വെളിപ്പാട് 19-11 മുതൽ 16 വരെ ഈ രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ടാം ഭാഗമാണ് വെളിപ്പെടുന്നത്. The second part of the second appearing is evidently explicit there in 19:11-16. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യേകിച്ച് ഭൂമിയിലേക്കുള്ള രണ്ട് പ്രത്യക്ഷതകൾ. ഒന്നാമത്തെ പ്രത്യക്ഷത അനേകരുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എബ്രായർ 9:28. ഒന്നാമത്തെ പ്രത്യക്ഷത വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി പാപങ്ങൾക്ക് പ്രായശ്ചിത്തം കഴിപ്പാൻ വേണ്ടിയായിരുന്നു. വേഴ്സ് നമ്പർ 26, 26-ാം വാക്യം. ഇപ്പം എബ്രായർ 9:28-ഉം 26-ഉം നമ്മോട് പറയുന്നത് ഒരേ കാര്യം തന്നെ. എന്നാൽ 28-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഇനി രണ്ടാമതും പ്രത്യക്ഷനാകും. അത് പക്ഷെ എന്തിനു വേണ്ടിയല്ല? എന്തിനു വേണ്ടിയല്ല? പാപപരിഹാരത്തിന് വേണ്ടിയല്ല. പാപപരിഹാരത്തിന് വേണ്ടിയല്ല. നോട്ട് ടു ഡീൽ വിത്ത് സിൻ.
പാപപരിഹാരത്തിന് വേണ്ടിയല്ല. സ്തോത്രം. മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ അല്പം പരിഭാഷയിൽ ചെറിയൊരു പിശക് പോലെ നമുക്ക് തോന്നിയേക്കാം. രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപം കൂടാതെ. ആ പാപം കൂടാതെ എന്ന പ്രയോഗം അത്ര കണ്ട് ശരിയല്ല. കാരണം പാപം കൂടാതെ ഇനിയും പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ ആ മലയാള പ്രയോഗത്തിന്റെ അർത്ഥമായി നമുക്ക് തോന്നുന്നത് ഒന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ പാപത്തോടുകൂടെ ആയിരുന്നോ വന്നത്, അതായത് പാപം ഉള്ളവനായിരുന്നോ എന്ന സംശയം അവിടെ ജനിക്കും. അതുപോലെ തന്നെ പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ ഇനിയും വരുമ്പോൾ അവനിൽ പാപം കാണില്ല എന്ന ഒരു ധ്വനിയും അവിടെയുണ്ട്. പക്ഷേ അവിടുത്തെ അർത്ഥം first time when he came to deal with sin, to carry the sins of humankind away and make an atonement for that, to bring about a remedy, a permanent remedy for human sin. ഒന്നാമത്തെ പ്രാവശ്യം യേശു പ്രത്യക്ഷനായപ്പോൾ മനുഷ്യന്റെ പാപത്തെ കൈകാര്യം ചെയ്യാനായിരുന്നു വന്നത്. സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം കാണാനായിരുന്നു യേശു വന്നത്. പാപം പരിഹരിപ്പാനായിരുന്നു. സ്തോത്രം. എന്നാൽ രണ്ടാമത് ഇനിയും വരുന്നത് എന്തിനു വേണ്ടി അല്ലത്രേ? പാപമായിട്ടുള്ള ബന്ധത്തിലല്ല. പാപത്തെ കൈകാര്യം ചെയ്യാനല്ല ഇനി വരുന്നത്. ഇനിയും യേശു പ്രത്യക്ഷനാകുന്നത് പാപത്തിന് പരിഹാരം വരുത്താനായിട്ടല്ല, പാപത്തെ ചുമക്കാൻ വേണ്ടിയല്ല. സ്തോത്രം. പാപത്തെ ചുമക്കാൻ വേണ്ടിയുമല്ല. Even so it is that Christ, having been offered to take upon himself and bear as a burden the sins of many once for all, will appear a second time, not to carry any burden of sin, not to deal with sin, but to bring to full salvation those who are waiting for and expecting him. മുമ്പ് വന്നത് പാപങ്ങളെ ചുമക്കാൻ, പാപത്തിന്റെ ശിക്ഷ വഹിക്കാൻ, പാപത്തെ പരിഹരിക്കുവാൻ, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ഒക്കെയായിരുന്നു. എന്നാൽ ഇനിയും അവൻ പ്രത്യക്ഷനാകുന്നത് ഈ പറയപ്പെട്ട ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുമല്ല. പാപം ചുമക്കാനോ പാപത്തിന്റെ ശിക്ഷ ഏൽക്കാനോ മനുഷ്യരുടെ അല്ലെങ്കിൽ അനേകരുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്താനോ ഇതിനൊന്നിനുമല്ല. പിന്നെന്തിനാ വരുന്നത്? To bring full salvation to thee. Praise God. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പൂർണ്ണ രക്ഷയ്ക്കായിട്ടെന്ന്. രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ടാണ് കർത്താവ് വരുന്നത്. To consummate what he initiated on the cross. He is appearing a second time to consummate what he initiated at the first appearance on the cross. തന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ക്രൂശിൽ എന്ത് തുടങ്ങി വെച്ചോ അതിന്റെ പൂർത്തീകരണം നടത്തുക. സ്തോത്രം. For the culmination and consummation of what he began on the cross. തന്റെ ജീവനെ തന്നുകൊണ്ട് എന്താണോ
കർത്താവ് ക്രൂശിൽ തുടങ്ങി വെച്ചത് അതിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി കർത്താവ് വരികയാണ്. അപ്പം എ സെക്കൻഡ് ടൈം, എ ഗ്ലോറിയസ് അപ്പിയറൻസ്. സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസക്തമായതാണ്, വളരെ ആനന്ദകരമായതാണ്. സ്തോത്രം. ഇപ്പം 2 പ്രത്യക്ഷതകൾ നമ്മൾ ഇവിടെ എടുക്കുന്ന 2 പ്രത്യക്ഷതകൾ. ഒന്നാമത്തെ പ്രത്യക്ഷത പാപപരിഹാരത്തിനായി കന്യക മറിയമിലൂടെ ഭൂജാതനായ ഉരുവായതല്ല, ഭൂജാതനായ ഒന്നാമത്തെ പ്രത്യക്ഷത. രണ്ടാമത്തെ പ്രത്യക്ഷത തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷത. ഈ 2 പ്രത്യക്ഷതകളും വളരെ വ്യത്യസ്തമായി നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ കൺവെൻഷനുകളിലെ ഒടുവിലത്തെ ദിവസം പ്രസംഗിക്കാൻ പറ്റിയൊരു ഭാഗമായത്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ഞാൻ ആ ഭാഗങ്ങളിൽ ആ ഒരു ശൈലിയിലേക്ക് പോകുന്നില്ല. പകരം ഒന്ന് നമുക്ക് വിലയിരുത്താം. നോക്കിക്കേ, യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയും രണ്ടാമത്തെ പ്രത്യക്ഷതയും തമ്മിൽ ഈ ഭാഗത്ത് നിന്ന് വേറെ നമ്മൾ പോകുന്നില്ല. വേറെ എവിടെയൊക്കെ പോകണമെങ്കിൽ പിന്നെ ഒത്തിരി ദിവസങ്ങൾ, അതുകൊണ്ട് നമ്മൾ മറ്റു വേദഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വേദഭാഗങ്ങളിൽ വെളിപ്പാട് 19 11 തൊട്ട് 16 വരെയുള്ള വേദഭാഗങ്ങൾ, റെവലേഷൻ 19 11 to 16, ഈ വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്നാമത്തെ പ്രത്യക്ഷതയും രണ്ടാമത്തെ പ്രത്യക്ഷതയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓടിച്ചു പറഞ്ഞു വിടാം. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. 11ാമത്തെ വാക്യത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു തുറന്ന സ്വർഗം, an ഓപ്പൺ ഹെവൻ. എന്നാൽ കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ഇങ്ങനെയുള്ള ഒരു സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ചിത്രം നമ്മൾ കാണുന്നില്ല. പിന്നെ ഒരു വെള്ള കുതിരപ്പുറത്താണ് ക്രിസ്തു വരുന്നത്. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ഇതും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുതിര എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നതൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ സഞ്ചരിച്ചപ്പോഴൊക്കെ ഒരു വാഹന മൃഗത്തെ ഉപയോഗിച്ചെങ്കിൽ എവിടെയും കുതിരയെ ഉപയോഗിച്ച് എൻ്റെ ശ്രദ്ധയിലില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അതേസമയം ഒന്നിലധികം പ്രാവശ്യം അല്ലെങ്കിൽ യേശുക്രിസ്തു ഉപയോഗിച്ചത് എന്തിനെയായിരുന്നു? കഴുതക്കുട്ടിയെ. യേശുവിന്റെ ജനന സമയത്ത് മറിയയെ യോസേഫ് കൊണ്ടുപോയത് കഴുതപ്പുറത്തായിരിക്കും എന്ന ഒരു ഊഹമുണ്ട്. ജീസസ് ഫിലിമിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഫിലിമല്ല നമ്മുടെ ആധാരം. എന്നാൽ ഒരു ദൂരയാത്ര ആയിരുന്നത് കൊണ്ട് അതിന് സാധ്യതയുണ്ട്. ഇനി അത് പോട്ടെ, അത് നമുക്ക് വിഷയമല്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ
രാജകീയമായ എഴുന്നള്ളത്ത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ദ ട്രയംഫൽ എൻട്രി ഇൻ ടു ജെറൂസലേം എന്നാണ്. യെരൂശലേം പട്ടണത്തിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ വിജയകരമായ പ്രവേശനം. ഹോശന്ന ആഴ്ച ഒക്കെ നമ്മള് ക്രൈസ്തവ സമൂഹങ്ങൾ കൊണ്ടാടാറുണ്ട്. ഇപ്പോൾ നോമ്പുകാലമാണ്, ഈസ്റ്റർ വരുന്നു. അപ്പോൾ ഈസ്റ്ററിന് ഏകദേശം ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ തൊട്ട് തലേ ആഴ്ചയെ ഹോശാന ആഴ്ചയായിട്ട് കാണാറുണ്ട്. ആ ഹോശാന ആഴ്ചയെ വിളിക്കുന്ന പേരാണ് യേശുക്രിസ്തുവിന്റെ ട്രയംഫൽ എൻട്രി. യേശുക്രിസ്തു ജയാളിയായിട്ട് പ്രവേശിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സെഖരിയാവ് അത് പ്രവചിച്ചു. സിയോൻ പുത്രിയോട്, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാൻ ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. സ്തോത്രം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച വാഹന മൃഗം കഴുതയാണ്. കഴുത താഴ്മയുടെ പ്രതീകമാണ്. ഇവിടെ കണ്ടില്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോ വായിച്ച വേദഭാഗം. സെഖരിയാവ് റെഫറൻസും കൂടെ പറഞ്ഞു കൊടുത്തേരെ. 9:9. അത് തന്നെ സുവിശേഷ ഗ്രന്ഥകാരന്മാർ എടുത്തെഴുതിയിട്ടുമുണ്ട്. അപ്പോൾ സിയോൻ പുത്രിയോട് പറയുകയാണ്, നിന്റെ രാജാവ് ജയശാലിയായിട്ട് വരുന്നു. അപ്പോൾ തന്നെ അവൻ താഴ്മയുള്ളവനായിട്ട് വരുന്നു. അതിന്റെ പ്രതീകമായിരുന്നു കഴുത. എല്ലായിടത്തും യേശു തന്നെ തന്നെ അങ്ങ് ഒതുക്കി ഒതുക്കി പോവുകയായിരുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ അവിടെയുള്ള ദൂതം ഏറ്റെടുത്തോണം. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുവാനായിട്ട് യേശു ഭൂമിയിൽ വന്നപ്പോൾ എല്ലായിടത്തും യേശു എന്ത് ചെയ്തു? തന്നെത്താൻ അങ്ങ് ഒതുക്കി. ഭൂമിയിൽ മാത്രമായി മറിയയുടെ, ഒരു കന്യകയുടെ കൊച്ചു ഗർഭപാത്രത്തിൽ സർവവ്യാപിയായ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ വന്നപ്പോൾ യെരുശലേമിൽ, ഗലീലയിൽ ഒക്കെയായി തന്നെ തന്നെ പരിമിതപ്പെടുത്തി. അങ്ങനെ തന്റെ ദൈവത്വത്തിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും യേശു അനുഭവിക്കാതെ, ഹി ഡിപ്രൈവ്ഡ്, അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് യേശു താഴ്മ ധരിച്ചു. അപ്പോഴും അവൻ ആരായിരുന്നു? രാജാവായിരുന്നു, ജയശാലിയായിരുന്നു. നമ്മൾ അതുകൊണ്ട് യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ എന്ന പാട്ടിനകത്തി പാടുന്നത്, ജയശാലിയായവൻ വന്നിടുമേ, എല്ലാ പ്രതിഫലവും അങ്ങ് തന്നിടുമേ. ജയശാലിയായിരുന്നു. പക്ഷേ അവൻ അന്ന് വന്നത്, ഉപയോഗിച്ചത് കഴുത എന്ന താഴ്മയുടെ പ്രതീകമായ മൃഗത്തെയാ. പക്ഷെ ഇപ്പോൾ അവൻ വരുന്നത് താഴ്മയുള്ളവനായിട്ട്, തൻ്റെ അവകാശങ്ങളിൽ നിന്ന് തന്നെ തന്നെ ഒതുക്കിക്കൊണ്ട് അല്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ ജയത്തിൻ്റെയും ബലത്തിൻ്റെയും പ്രതീകമായ കുതിരയെ നമുക്കിവിടെ കാണാം. ജയത്തിൻ്റെയും
ബലത്തിന്റെയും പ്രതീകമാണ്. This horse represents victory and might, power, ശക്തിയെയും ജയത്തെയും പ്രതിനിധീകരിക്കുന്നു. പിന്നെ വെള്ള എന്നത് ഒന്നാമത്തെ വരവിൽ എന്നതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പാപമില്ലായ്മയെയും കാണിക്കുന്നു. സിൻലെസ്നെസ്. കണ്ട് ഒന്നാമത്തെ വരവിൽ കർത്താവ് വന്നത് താഴ്മ ധരിച്ചവനായിട്ട്. നാം അതിനെപ്പറ്റി മത്തായി 11:29 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്, യേശു തന്നെ താഴ്ത്തി. He humbled himself. തന്നെ താൻ താഴ്ത്തി. എന്നാൽ ഇവിടെ ക്രിസ്തു തൻ്റെ അതേ മഹത്വത്തോടെ വരികയാണ്. വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. യേശുക്രിസ്തുവിന്റെ പേര് വിശ്വസ്തനും സത്യവാനും. നാം അതിന്റെ വ്യാഖ്യാനമൊക്കെ 2-3 അധ്യായങ്ങളിൽ നിന്ന് പഠിച്ചിരുന്നത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. വിശുദ്ധനും സത്യവാനും. ഒന്നാമത്തെ വരവിൽ യേശു ന്യായം വിധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അവൻ നീതിയോടെ വിധിക്കും, പോരാടും. അതേസമയം ഒന്നാമത്തെ വരവെങ്കിലോ മൗനം ദീക്ഷിച്ചതിനാൽ ന്യായം പോലും കിട്ടാതെ പോയി. സ്തോത്രം. അപ്പോ ഇവിടെ നീതിയോടെ വിധിക്കുന്നു, പോരാടുന്നു. ഒന്നാം വരവിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ ഈ വരവിലോ ന്യായാധിപനായിട്ടും യോദ്ധാവായിട്ടും വരുന്നു എന്നാണ് അർത്ഥം. ഒന്നാം വരവിൽ ഇല്ലാത്തൊരു ചിത്രം. As a mighty warrior who is waging war, പോരാടുന്ന ഒരു യോദ്ധാവായി, ഒരു പോരാളിയായി. പിന്നെ ആസ് എ റൈച്ചസ് ജഡ്ജ്, നീതിയുള്ള ന്യായാധിപനായിട്ടുമാണ് ഈ രണ്ടാമത്തെ പ്രത്യക്ഷത. അതും നമുക്ക് ഒന്നാം പ്രത്യക്ഷതയിൽ കാണുവാൻ കഴിയുന്നില്ല. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല. സ്തോത്രം. ഒന്നാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ കണ്ണിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. ഒന്നാമത്തെ വരവിലോ his eyes were filled with mercy. കേൾക്കുന്നില്ലേ? കേൾക്കാമോ? സ്റ്റക്ക.
അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയും രണ്ടാം പ്രത്യക്ഷതയും തമ്മിലുള്ള ഒരു താരതമ്യം. ഇവിടെ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അത് ഒന്നാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ സപ്തകായ പ്രദർശനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ ഒന്നാം പ്രത്യക്ഷതയിൽ യേശുവിന്റെ കണ്ണുകൾ ദൈന്യതയുടെ, ദയയുടെ, മനസ്സലിവിന്റെ പ്രതീകമായിട്ടായിരുന്നു. കരയുന്നവർക്കൊപ്പം കരഞ്ഞ കണ്ണുകൾ, കരുണയോടെ ശത്രുക്കളെ പോലും കണ്ട കണ്ണുകൾ. മനുഷ്യർക്ക് മൂടിക്കെട്ടാൻ കഴിഞ്ഞ കണ്ണുകൾ, അല്ലെ? കർത്താവിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവര് കണ്ണ് കെട്ടി യേശുവിനെ തല്ലി. കണ്ണ് കെട്ടി യേശുവിനെ തല്ലി. എന്നിട്ട് പറഞ്ഞു, പറയടാ, ആരാ നിന്നെ അടിച്ചതെന്ന്. അപ്പം മനുഷ്യർക്ക്, ശത്രുക്കൾക്ക് കെട്ടാൻ, മൂടിക്കെട്ടാൻ കഴിയുന്ന തരം കണ്ണുകളായിരുന്നു. എന്നാൽ ഇനിയും നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോഴോ ആ കണ്ണുകളിൽ ദയയാണോ ഉള്ളത്? അല്ല. സ്തോത്രം. ആ കണ്ണുകളിൽ കണ്ണീരാണോ ഉള്ളത്? അല്ല. സ്തോത്രം. നമ്മളൊക്കെ ഏറ്റവും ആദ്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വാക്യം, ഇനിയത്തെ പ്രത്യക്ഷതയിൽ എന്താണ് പറയുന്നത്? ഉപയോഗിക്കാൻ പറ്റത്തില്ല. യേശു കണ്ണുനീർ വാർത്തു. എന്നാൽ ഇനിയും കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അതില്ല. കരഞ്ഞുകൊണ്ടല്ല, ദൈന്യഭാവത്തിലല്ല, ദയയോ മനസ്സലിവോ കാണിച്ചുകൊണ്ടല്ല അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. ആർക്കും മൂടിക്കെട്ടാൻ കഴിയാത്ത തരത്തിൽ, ഒന്നാം പ്രത്യക്ഷതയിൽ നിന്നും വ്യത്യസ്തമായി. ആ കണ്ണുകളുടെ ദൃഷ്ടിയിൽ നിന്നും മറയാൻ ഒരു സൃഷ്ടിക്കും കഴിയാത്തതുപോലെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അതിലേക്ക് നോക്കുവാൻ ഭയപ്പെടുന്ന രാജാക്കന്മാരെയും മഹത്തുക്കളെയും സഹസ്രാധിപന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ നമ്മൾ വെളിപ്പാട് 6-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. സ്തോത്രം. വീണ്ടും നമ്മവിടെ കാണുന്നത് കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. തലയിൽ അനേകം രാജമുടികൾ. സ്തോത്രം. തലയിൽ അനേകം രാജമുടികൾ. രാജമുടി എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അർത്ഥം. സ്തോത്രം. കിരീടം. അപ്പം ധാരാളം കിരീടങ്ങൾ അണിഞ്ഞവനായി. എന്നാൽ ഒന്നാമത്തെ വരവിലോ, ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ, സ്തോത്രം, അവന്റെ തലയിൽ രാജ കിരീടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അവിടെ നാം കാണുന്നത് ഡയാഡീംസ് എന്നാണ്. DIADEMS, ഡയാഡീംസ് എന്ന് വെച്ചാൽ കിങ്ലി ഓർ റോയൽ ക്രൗൺസ് എന്നാണ്. രാജകീയ കിരീടങ്ങൾ എന്നാണ്. നമ്മൾ പറയുമ്പം കിരീടമെന്ന് മാത്രം പറഞ്ഞേ വിടുകയുള്ളൂ, നമ്മുടെ ഭാഷ അത്രേ ഉള്ളൂ. എന്നാൽ മൂലഭാഷയിൽ 2 പ്രധാന പദങ്ങളുണ്ട്. ഒന്ന് സ്റ്റിഫനോസ്, അത് ജയാളികൾക്കുള്ള കിരീടം, സ്റ്റിഫനോസ്. മറ്റൊന്ന് ഈ പറഞ്ഞത് റോയൽ, രാജകീയ കിരീടങ്ങൾ, ഡയാഡീംസ് എന്ന് പറയും. എന്നാൽ തന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ യേശുവിന്റെ തലയിൽ കിരീടങ്ങൾ
ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ യേശുവിനെ യഹൂദന്മാരുടെ രാജാവെന്ന് താൻ പറഞ്ഞു എന്ന് യഹൂദന്മാർ ആരോപിച്ചപ്പോൾ അവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് സ്വയപ്രഖ്യാപിത രാജാവെന്ന നിലയിൽ യേശുവിനെ കളിയാക്കാൻ, ടു റിഡിക്യൂൾ ഹിം, കളിയാക്കാൻ അവരെന്ത് ചെയ്തു? മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജോ പൂർണ്ണനായിതാ. സ്തോത്രം. ഏറെ രാജാമുടി ധരിച്ചവനായിട്ടവൻ വരുന്നെന്ന് നാം പാടാറുണ്ട്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും ഏറെ രാജമുടി അറിഞ്ഞു. ചിലപ്പോ 7 നക്ഷത്രത്തിന്റെ ആ വാക്ക് പിടിച്ച് 7 രാജമുടി എന്നൊക്കെ ഞാൻ ഒരിക്കൽ പാടുമായിരുന്നു. അങ്ങനെയാ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും 7 രാജാമുടി. പിന്നെ തിരുവെഴുത്ത് പഠിച്ചപ്പോഴാ 7 അല്ല, അനേകം. നമുക്കറിയാമല്ലോ ഈ അനേകം രാജമുടികൾ എന്തിനെ കാണിക്കുന്നു? മെനി റോയൽ crowns show, what is that meaning? Showing his authority over all. സകലത്തിന്മേലുമുള്ള യേശുവിന്റെ രാജത്വത്തെയാണ് അനേകം രാജമുടികൾ കാണിക്കുന്നത്. സ്തോത്രം. അൺലിമിറ്റഡ് അതോറിറ്റി, അപരിമിതമായ യേശു ക്രിസ്തുവിന്റെ അധികാരം. സകല ലോകത്തെയും തന്റെ കാൽ കീഴാക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ കിരീടമില്ലായിരുന്നു. പിന്നെ കളിയാക്കി കൊടുത്ത കിരീടമേ ഉണ്ടായിരുന്നുള്ളൂ. അതും മുൾമുടി അല്ലെങ്കിൽ മുൾക്കിരീടമായിരുന്നു. പകരം ഇനിയും അവൻ വരുമ്പോഴോ അനേകം രാജകീയ കിരീടങ്ങൾ. സ്തോത്രം. വീണ്ടും നാം അവിടെ വായിക്കുന്നു, അവന്റെ തലയിൽ അനേകം രാജമുടികൾ, എന്നിട്ട് എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. എ റിട്ടൺ നെയിം. അത് അവനല്ലാതെ വേറെ ആർക്കും അറിയുകയുമില്ല. ഞാൻ ആരാണെന്ന് അവര് പറയുന്നു, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു, ഒക്കെ യേശു ചോദിച്ചു. യേശുവിനോടും വന്നിട്ട് ചോദിച്ചു, നിന്റെ പേരെന്തുവാ? നീ ആരാ? എവിടുന്ന് വരുന്നു? സ്തോത്രം. എന്നാൽ ഇനിയും അങ്ങനെ ഉണ്ടാവില്ല. കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെങ്കിൽ. സ്തോത്രം. ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ജയാളിയായി, വിജയശ്രീലാളിതനായി, അജയ്യനായി, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവനായി, അനേകം രാജമുടികൾ ധരിച്ചുകൊണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടി, സ്തോത്രം, സ്വർഗത്തിലെ വെള്ളക്കുതിരപ്പുറത്ത് കയറി സ്വർഗത്തിലെ സേനയുടെ അകമ്പടിയോടെ എത്രയും പെട്ടെന്ന് വരുന്ന നമ്മുടെ കർത്താവിനെ, സ്തോത്രം, നാം എതിരേൽക്കുകയല്ല. ആ സമയത്ത് നാമും അവനോടുകൂടെ തേജസ്സിൽ കാണപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.